ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു കാളൻ ഉണ്ടാക്കിയാലോ. മത്തങ്ങക്കാളിനാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങയ്ക്ക് പകരം നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ടോ ഏത്തപ്പഴം വെച്ചിട്ടോ ഒക്കെ കാളൻ ഉണ്ടാക്കാം. ഇതേ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാകത്തിന് കിട്ടത്തില്ല കാളന്. ഈ മത്തങ്ങ കഷ്ണങ്ങളൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുക്കുക. അതിലേക്ക് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 8 പച്ചമുളകാണ്. അത് കീറിയതിടുക. ഇപ്പം നിങ്ങൾക്ക് എരി കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മത്തങ്ങയാണ്ട് ഒരുപാട് വേവില്ലല്ലോ, ഒരു 3 വിസിലൊക്കെ മതിയാവും. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ആ ഒരു പാകത്തിന് വേവിച്ചെടുക്കുക. പച്ചമുളക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന സമയത്തിന് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വേണം. ഉലുവ വെറുതെ പച്ചയ്ക്ക് ചേർക്കുകയല്ല, ഇതൊന്ന് നമ്മൾ ചൂടാക്കിയിട്ട് ഇതൊരു പൊട്ടുന്ന പരുവമില്ലേ, അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള പരുവത്തിൽ അതിങ്ങെടുക്കും. പിന്നെ വേണ്ടത് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്നൊരു പാകമില്ലേ, ആ ഒരു പാകത്തിൽ വേണം അരപ്പ് അരച്ചെടുക്കാനായിട്ട്. മത്തങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മത്തങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് മത്തങ്ങ മാറ്റി. ഇനി നമ്മുടെ അരപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അരപ്പും നന്നായിട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തിള വരത്തില്ലേ, അതായത് ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒരു ചെറിയ തിള വന്നപ്പോഴേ ഞാനിത് ഓഫ് ചെയ്തായിരുന്നു. ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെച്ചു. അപ്പം ചെറിയ ചൂടൊക്കെ മാറി ഇതിൻ്റെ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വെള്ളം പോലെ ആക്കിയിട്ടാണ് ഞാൻ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഈ തൈരും മത്തങ്ങ അരപ്പും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് കാളൻ്റെ. ഇനി നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഉലുവ ചേർത്തു. ഉലുവയുടെ കൂടെ തന്നെ കടുകും ചേർത്തു. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ കടുക് താളിക്കാൻ ഉപയോഗിക്കുന്ന പോലെ കറിവേപ്പില വേണം, ചുവന്നമുളകും വേണം. ഒരു 4-5 ചുവന്നമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കാളനിലോട്ടത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കാളനെ നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ലേ കുഴപ്പമില്ല, പക്ഷേ അടുത്ത ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ സേഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുളി ഇതിന് കൂടുവേ. ഇത് മത്തങ്ങക്കാളിന് നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കാലം നല്ല സൂപ്പറാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മധുരം എല്ലാം കൂടെ വരുമ്പോൾ നല്ല സൂപ്പർ സാധനമാണ് പൈനാപ്പിൾ വെച്ചിട്ടുള്ള കാളൻ. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളോട് പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.